സംസാരക്കാട് മനുഷ്യജീവിതത്തിൻ്റെ ഒരേട് ഇവിടെ ശ്രീശുകൻ കാണിച്ചു തന്നു. കാട്ടിൽ നടക്കുന്ന നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ സ്വന്തം കുടുംബത്തിൽ, വീട്ടിൽ, നമ്മുടെ ചുറ്റും ഉണ്ടാവണില്ലേ എന്നാണ് ചോദ്യം. നമുക്കത് അതേപോലെ തോന്നുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ വായനയുടെ ഇടയിൽ ഭാര്യയും കുട്ടികളൊക്കെ ചെന്നായ്ക്കളാണെന്ന് ഭാഗവതത്തിലുള്ളത് വിളിച്ചു പറയുക. അത് കഴിഞ്ഞാൽ വീട്ടിൽ ഭാര്യയോടും കുട്ടികളോടും മക്കളോടും അല്ലെങ്കിൽ സകല സ്നേഹങ്ങളോടും വിധേയത്വവും കാണിക്കുക. ഇവിടെ വന്നിരുന്നാൽ പുസ്തകത്തിൽ കണ്ടത് തത്തമ്മേ പൂച്ച പൂച്ച പറയുക. ജീവിതത്തിൽ നേരെ വിപരീതവും. ഇതാണ് നമുക്ക് അവസ്ഥ, അല്ലേ? ശ്രീശുകനും പരീക്ഷത്തിനൊന്നും അങ്ങനെയല്ല എന്നർത്ഥം. സ്വന്തം ഉണ്ടായിരുന്ന കുടുംബത്തെ, ഭാര്യയെ, മക്കളെ, കിരീടത്തെ, സകലതും വിട്ടെറിഞ്ഞു പോകുന്ന ആളാണ് പരീക്ഷിത്ത്. ശ്രീശുകനെ പറ്റി ആദ്യം പറയുമ്പോൾ പ്രഥമസ്കന്ധത്തിൽ സൂതൻ ശൗനകാദികളോട് പറഞ്ഞത് എന്താ? യം പ്രവ്രജന്തം അനുവേദം അഭേദകൃത്യം. ഇതൊക്കെയാണ് ശ്രീശുകൻ്റെ യോഗ്യത. അച്ഛൻ്റെ മടിയിൽ നിന്ന് ഉണ്ണി ഉണ്ണി ഒന്നവിടെ നിൽക്കൂന്ന് പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ ഒഴുകിപ്പോണ പോലെ, കാറ്റത്തെ തരി പോലെ, ഇല പോലെ അങ്ങനെ പറന്നു നടക്കുക. അച്ഛനാകുന്ന മരം ഇലയാകുന്ന ഉണ്ണിയെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തിരിഞ്ഞു നോക്കണില്ല, പറന്നു പോവുക ഉണ്ണി. ഇലകൾ എത്ര പറന്നു പോകുന്നുണ്ട്. ആ പറന്നു പോണ ഇലകളെ, നിൽക്കണ മരങ്ങൾ, അയ്യോ ഇലകളെ നിങ്ങൾ പോകരുതേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെയാണ് അച്ഛനെ മഹൻ ശ്രീശുകൻ വേദവ്യാസനെ പാഠം പഠിപ്പിച്ചത്. ആ യോഗ്യത സൂതൻ ശൗനകാദികളോട് എടുത്തു പറഞ്ഞിട്ടാണ് സ്വന്തം ഗുരുവിനെ പ്രഥമസ്കന്ധത്തിൽ ശൗനകാദികളുടെ ചോദ്യം പറഞ്ഞ് കേട്ടപ്പോൾ ഓർത്ത് നമസ്കരിച്ചത്. ആനതോസ്മി ആനതോസ്മി ആനതോസ്മി. ഞാൻ എൻ്റെ ഗുരുനാഥനെ നമസ്കരിക്കട്ടെ. അച്ഛൻ, അമ്മ തുടങ്ങിയ ബന്ധങ്ങളൊക്കെ വിട്ടെറിഞ്ഞു പോന്നിട്ടും അച്ഛനും മകനോടുള്ള സ്നേഹബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. മകൻ അച്ഛനോട് സ്നേഹം തനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് കാണിച്ചു. പക്ഷേ എല്ലാവരോടും ഒരു ബന്ധമുണ്ട് ജീവിക്കണ ആൾക്ക്. അത് കാണിക്കാനാണ് അടുത്ത വരി. തന്മയതയാ തരവോഭിനേതു. മരങ്ങൾ വിളി കേൾക്കണു, പുഴ വിളി കേൾക്കണു, പാറകളെ വിളി കേൾക്കണു. അച്ഛാ, എന്തിനാ അച്ഛൻ എന്നെ വിളിക്കണത്? എന്തിനാ അച്ഛൻ എന്നെ വിളിക്കണത്? എന്തിനാ അച്ഛൻ എന്നെ വിളിക്കണത്? ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഞാനെങ്കിലും പോയിട്ടില്ലല്ലോ. ഇങ്ങോട്ട് നോക്കൂ, ഈ പർവ്വതം ഞാനാണ്. ഇങ്ങോട്ട് നോക്കൂ, ഈ പുഴ ഞാനാണ്. ഇങ്ങോട്ട് നോക്കൂ, ഈ കാറ്റ് ഞാനാണ്. ഇങ്ങോട്ട് നോക്കൂ, ഈ ആകാശം ഞാനാണ്. സർവഭൂത ഹൃദയം, എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്ന മകൻ അതാത് വസ്തുക്കളായിരുന്ന് ഉണ്ണീ ശുഗാ ഉണ്ണീന്ന് ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ താൻ എങ്ങനെ അന്വേഷിച്ചു പോണേ? അടുത്ത് നിൽക്കുന്ന ആളെ ഉണ്ണീന്ന് പറഞ്ഞ് ദൂരേക്ക് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആകാശം അടുത്തില്ലേ? സ്പേസ് ഒഴിഞ്ഞ സ്ഥലത്തിലാണല്ലോ ആകാശം എന്ന് പറയുക. ഇതടുത്തുള്ളപ്പോൾ ഉണ്ണി അടുത്തുള്ളത് പോലെയല്ലേ? ഇതിങ്ങനെ ഉപദേശിക്കുകയാണോ അച്ഛന്? അച്ഛന് അവിടെ ഇരിക്കൂ, ഞാൻ കുറച്ച് ഉപദേശിക്കാമെന്ന് പറയല്ല, അനുഭവം ആക്കി കൊടുക്കുക ശ്രീശുകൻ അന്ന് ചെയ്തത് വേദവ്യാസന്. അപ്പോൾ ആ വ്യാസപുത്രബന്ധം, അച്ഛൻ മകൻ ബന്ധം അത്രമാത്രം ഉയർന്നതാണെന്ന് രണ്ടുപേർക്കും അറിയാം. അവരാണ് ഭാഗവതം എഴുതിയതും ഭാഗവതം പാടുന്നതും. അപ്പം ശ്രീശുകൻ്റെ മുമ്പിലിരിക്കുന്ന പരീക്ഷിത്തോ നമ്മൾ കേട്ടുല്ലോ. പരീക്ഷിത്തോ അതെ, ജനമേജയനെ കിരീടം അങ്ങനെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് പോന്നിട്ട് മരിക്കാൻ ഒരുങ്ങിയാ പോരണതേ. ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ച് ഗംഗാദത്തൻ എന്നൊരു മഹാനുഭാവൻ ഭീഷ്മർ ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ളത് അറിയാം. ഇന്നിപ്പോൾ
വേറൊരു ഉണ്ണി ആ കുടുംബത്തിൽ നിന്ന് അമ്മയുടെ മടിയിലേക്ക് വരികയാണ്, എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാണ് ഗംഗയിൽ മുങ്ങിക്കുളിച്ച് പ്രായോപവേശം ചെയ്ത് പരീക്ഷിച്ചിരിക്കണത്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിനാണ് എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ശ്രീശുകൻ ഭാഗവതം ഉപദേശിക്കുന്നത്.